നല്ല അടിപൊളി ടേസ്റ്റിലേ കിഡിലനൊരു ബീഫ് വരട്ടങ്ങ് ഉണ്ടാക്കിയാലോ. 5 കിലോനായിട്ടാണ് നമ്മൾ ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 5 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 കിലോ ചെറിയ ഉള്ളി തൊലി കളഞ്ഞത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 2 സവാളയും ഒരു 3 തക്കാളിയും കൂടെ അരിഞ്ഞേക്ക് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിയായി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ നിറച്ച്, എരിവുള്ള മുളക് പൊടി വളരെ കുറച്ചിട്ടാണ്. പിന്നെ അതായത് നല്ല വറുത്ത് പൊടിച്ച മല്ലിപ്പൊടി, അത് നിർബന്ധമായിട്ട് അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഏലം പട്ട ഗ്രാമ്പ് ഒരു കുറച്ചെടുത്ത് കണ്ടായി ഇട്ട് കൊടുക്കുക. പിന്നെ ചെറുനാരങ്ങയുടെ നീര്, ഒരു 2 ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ഒഴിച്ചതിൻ്റെ ശേഷം നന്നായിട്ട് കുഴക്കട്ടെ. കൈകൊണ്ട് ഈ മസാലകളൊക്കെ ഇറച്ചിമ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചതിൻ്റെ ശേഷം നല്ല കനലുള്ള അടുപ്പിൽ കണ്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ സ്ലോ കുക്ക് ചെയ്തെടുക്കുക. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ബീഫ് കഴുകിയ വെള്ളം തന്നെ ഉണ്ടാവും ഇഷ്ടം പോലെ. അതിൽ നിന്ന് ഇങ്ങനെ പൊന്തി വരും. എന്നിട്ട് ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിപ്പോൾ നല്ല വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെറിയ ചാറൊക്കെ ആയിട്ട് വരും. അതിനുശേഷം അത് അവിടെ മാറ്റി വെച്ചിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെക്കുക. അതിക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിക്കിതാ ഒരു വലിയ തേങ്ങ മുഴുവൻ തേങ്ങാ കൊത്താക്കി എടുത്തിട്ടുണ്ട്. അത് അതിൽ ഇട്ട് കൊടുത്തിട്ട് ആ വെളിച്ചെണ്ണയിലിട്ട് ഒന്നും കണ്ട് മൂപ്പിച്ചെടുക്കുക. നല്ല മൂത്ത് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് പാകാക്കി വെച്ച ബീഫില്ലേ അത് ഇതിൽ കണ്ട് ഇട്ട് കൊടുക്കുക. ആ ബീഫ് മൊത്തമായിട്ട് ഇതിൽ കണ്ട് കൊട്ടി കൊടുത്തോളി. എന്നിട്ട് അതിൻ്റെ മേലെ കൂടി കറിവേപ്പില അങ്ങോട്ട് വാരി വെതറുക. അങ്ങോട്ട് ഇളക്കന്നെ. ആ ചെറിയൊരു കനലിൽ ഒരു കുറച്ച് നേരം അവിടെ കിടന്നോട്ടെ. അതായത് 1/2-3 മണിക്കൂറോളം അങ്ങനെ കിടന്ന് നല്ല വെന്ത് പാകതിന് ശേഷം അതിൻ്റെ മേലെ കൂടി മല്ലിയില അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. മേലെ കൂടി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നിറച്ച് നമ്മളെ സ്പെഷ്യൽ ഗരം മസാല ഉണ്ട് ചേർത്ത് കൊടുക്കുക. ഇളക്കന്നെ. ഇതിങ്ങനെ നല്ല നൂൽ പൊറോട്ട, ചൂടുള്ള അപ്പം എല്ലാത്തിനും പറ്റൂട്ടാ. പുട്ടിൽക്കൊക്കെ ആണെങ്കിൽ വെരി സ്പെഷ്യലാണ്. അപ്പോൾ ഇതുണ്ടാക്കി നോക്കി. നല്ല പോത്ത് കിട്ടുമ്പോൾ ഈ ഒരു ബീഫ് വരട്ടൊന്ന് ഉണ്ടാക്കി നോക്കി.